ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പെഡിക്യൂറിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ പെഡിക്യൂർ ചെയ്യുന്ന ആൾക്കാരാണ്, ചിലർ ചെയ്യാതിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പെഡിക്യൂർ ചെയ്യുന്നതിൻ്റെ ആവശ്യകതയാണ് കേട്ടോ. നമ്മൾ നോർമലി പെഡിക്യൂർ ചെയ്യുന്നത് നമ്മുടെ കാലിലാണ്. അതായത് നമ്മൾ മന്ത്ലി വൺസ് എങ്കിലും മസ്റ്റ് ചെയ്തിരിക്കണം പെഡിക്യൂർ എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഈ ഒരു പെഡിക്യൂർ ചെയ്യുന്ന വഴി നമുക്ക് ആദ്യം കാലിൽ ലഭിക്കുന്നത് നല്ലൊരു മോയ്സ്ചറൈസർ ലഭിക്കും. അതുപോലെ തന്നെ അടിഞ്ഞു കൂടിയ ബാക്ടീരിയയും ഡെഡായിട്ടുള്ള സ്കിൻ സെൽസൊക്കെ നമുക്ക് റിമൂവ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ നഖങ്ങൾ വളരുന്ന കാരണം ഉണ്ടാകുന്ന എന്തെങ്കിലും ഫംഗസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. പെഡിക്യൂർ ചെയ്യുന്ന വഴി നമ്മുടെ കാലുകൾക്ക് ഭംഗി മാത്രമല്ല കിട്ടുന്നത്, നമ്മുടെ സ്ട്രെസ്സ് പോലും നമുക്ക് നല്ലോണം ഡിക്രീസ് ചെയ്യാൻ സാധിക്കും. അതായത് ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ കാലൊന്ന് സ്വല്പം നേരം മുക്കി വെച്ചാൽ നമ്മുടെ പ്രഷർ തന്നെ നമുക്ക് ഡിക്രീസ് ചെയ്യാൻ പറ്റും, അതായത് കുറയ്ക്കാൻ പറ്റും. പല കാരണങ്ങൾ കൊണ്ട് ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ നല്ല രീതിക്ക് സ്ട്രെസ്സും ടെൻഷനൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു പരിധി വരെ പെഡിക്യൂർ കൊണ്ടിട്ട് നമുക്ക് ആ ഒരു സ്ട്രെസ്സ് പോലും ഡിക്രീസ് ചെയ്യാൻ സാധിക്കും. അടുത്ത ബെനിഫിറ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും. പെഡിക്യൂർ ചെയ്യുന്ന വഴി നമുക്ക് എങ്ങനെയാണ് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതെന്നാണ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ കാല് നല്ലോണം മസാജ് ചെയ്യും. അപ്പോൾ ഈ ഒരു മസാജിങ് വഴി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് പ്രോപ്പർ വേയിൽ നടക്കുകയും അങ്ങനെ നമ്മൾ പ്രോപ്പർ ഹൈഡ്രേഷൻ നിലനിർത്തുമ്പം നമ്മുടെ കാലൊരിക്കലും വിള്ളലോ അതായത് ക്രാക്ക്ഡ് ഹീൽസ് ഒന്നും ഉണ്ടാവില്ല. ഒരു പെഡിക്യൂർ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ കാല് നമ്മൾ നല്ലോണം വൃത്തിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നഖം വെട്ടുന്നുണ്ട്. നഖത്തിൻ്റെ ഇടയിലുള്ള ആ ഒരു ഡേർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നഖം ഉണ്ടാവുന്നത് മൂലം, അതായത് നഖം വളർന്നു വരുന്നത് മൂലം നമുക്ക് എന്തെങ്കിലും ഫംഗസ് ഒക്കെ അതിനുള്ളിൽ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ആദ്യമേ തന്നെ ഡിറ്റക്റ്റ് ചെയ്ത് റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പെഡിക്യൂറിൽ നമ്മൾ രണ്ടാമത് ചെയ്യുന്ന സ്റ്റെപ്പാണ് എക്സ്ഫോലിയേഷൻ എന്ന് പറയും. അതായത് നമ്മൾ കാല് സ്ക്രബിങ് ചെയ്യുക. അപ്പോൾ സ്ക്രബിങ് ചെയ്യുന്ന വഴി നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഡെഡായിട്ടുള്ള സ്കിൻ സെൽസ്, നിർജീവമായിട്ടുള്ള കോശങ്ങൾ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടി, അതായത് ആ ഒരു കോശങ്ങളെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കാല് നമുക്ക് വളരെ സോഫ്റ്റായിട്ട്, ഏറെക്കുറെ പറയുകയാണെങ്കിൽ ഒരു പൂ പോലെ മൃദുലമാക്കി എടുക്കാൻ പറ്റും നമ്മൾ പെഡിക്യൂർ ചെയ്യുന്ന വഴി. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പൊതുവേ നമ്മൾ കൈ അല്ലെങ്കിൽ നമ്മുടെ ഫേസായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മുടെ കാല് പെട്ടെന്ന് കൂടുതൽ ഡ്രൈ ആവും. അപ്പോൾ ആ ഒരു ഡ്രൈനെസ്, അതായത് ഹൈഡ്രേഷൻ ഇല്ലാത്ത ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പെഡിക്യൂർ നമ്മൾ പ്രോപ്പർ വേയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാലിന് എപ്പോഴും നല്ലൊരു ഈർപ്പവും അതുപോലെ തന്നെ ആരോഗ്യത്തോടു കൂടി നിലനിർത്താൻ സാധിക്കുന്നതാണ്. അത് കാരണം നമ്മുടെ കാലിൻ്റെ വേദനകളും അതുപോലെ തന്നെ മസിൽസിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ വേദനകളോ ബുദ്ധിമുട്ടുകളോ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പെഡിക്യൂർ ചെയ്യുന്ന വഴി നമുക്ക് കാലിന് ആരോഗ്യം അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനൊരു കുളിർമ, അതായത് സ്ട്രെസ് ഫ്രീ ആക്കുന്നു. അതോടൊപ്പം തന്നെ നല്ല ഭംഗിയുള്ള കാലുകൾ, അതായത് പാദങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ വീക്കിലി ഒരു വൺസ് എങ്കിലും ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അതും പറ്റാത്തവരാണെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും ഒന്ന് പെഡിക്യൂർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. മറക്കാതെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.